ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുട്ടനാടൻ തട്ടുകടയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് പനീർ മസാലയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ ഡിന്നറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പറ്റിയ കോമ്പിനേഷൻ, നമ്മുടെ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കോമ്പിനേഷനാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ 200 ഗ്രാം പനീർ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്കിത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പനീറാണ്. നമുക്കിത് ക്യൂബ്സ് പോലെ നമുക്കിങ്ങനെ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ 200 ഗ്രാം പനീർ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. പനീർ മാറിനേറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ആദ്യമായി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പ് നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതോടൊപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. അടുത്തതായി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതോടൊപ്പം തന്നെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ മാറിനേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഈ പനീർ മസാല കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പനീറിനെല്ലാം കറക്റ്റായിട്ട് ആ ഒരു ടേസ്റ്റ് നമുക്ക് എല്ലാത്തിനും കിട്ടും. കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പനീർ മസാലയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കൊരല്പം വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മുടെ ഈ പൊടികളെല്ലാം കറക്റ്റായിട്ടൊന്ന് മസാലയായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കൂടിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ, അതിൽ കൂടുതലാവാൻ പാടില്ല. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മസാലപ്പൊടികളെല്ലാം നമ്മൾ ഈ പനീറിലേക്ക് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം ഒരു 30 മിനിറ്റ് നമുക്കിത് മാറിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഗ്രേവി നമുക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ് സവാള ഇതുകൂടി ചെറുതായിട്ട് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ഒരു 2 മീഡിയം സൈസ് തക്കാളി നമ്മൾ ഇതോട്ട് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഗ്രേവി തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ 1 ടീസ്പൂൺ കസൂരിമേത്തി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം നമ്മളിവിടെ 1 ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കറുകപ്പട്ട എടുത്തിട്ടുണ്ട്, ഒരു 4 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഒരു 4 ഏലക്കായ കൂടെ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം നമ്മളിവിടെ 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചെടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ കടലമാവ് കൂടെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് വേണ്ട ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഗ്രേവി തയ്യാറാക്കാനായി നമ്മൾ ഇതോട്ടൊരു പാത്രം വെക്കാം. പാത്രം നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഈ നെയ്യ് നമ്മൾ ആഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പനീർ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നല്ല ജീരകവും നമ്മുടെ കറുകപ്പട്ടയും ഏലക്കായും ഗ്രാമ്പും ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റ് നമ്മൾ ഇതിലിട്ടൊന്ന് വഴറ്റുമ്പോഴേക്കും ഇതിൻ്റെ ആ ഒരു പച്ചമണോ ആ ഒരു ഇതൊക്കെ ഒന്ന് മാറും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള, നമ്മുടെ സവാള 3 മീഡിയം സൈസ് സവാളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റാം. അതായത് നമ്മുടെ ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ആ ഒരു സ്റ്റേജ് ആകുന്നതിന് വരെ നമുക്കിത് വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് വാടി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നമ്മൾ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. അതുകൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതായത് ഈ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോകുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ഓൾമോസ്റ്റ് നന്നായിട്ടൊന്ന് മാറി ഒരു ബ്രൗൺ നിറമൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ കസൂരിമേത്തി കൂടി നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതോടൊപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ ഗരം മസാല നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. അവസാനമായി നമ്മൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടലമാവ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ 1 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതുകൂടെ നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ കടലമാവും ഈ കാഷ്യൂനട്ടും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗ്രേവി നന്നായിട്ട് നമുക്ക് തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
നമുക്ക് ഏകദേശം ഒരു 2 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. അപ്പോഴേക്ക് നമ്മുടെ ഈ പൊടികളൊക്കെ ഒന്ന് വെന്ത് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയില നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു പിടി മല്ലിയിലയാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. മല്ലിയില കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ സാധാരണ മല്ലിയിലയൊക്കെ നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ ഇടാറുള്ളത്. പക്ഷേ നമ്മൾ ഈ പനീർ മസാല നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ മിഡിൽ സ്റ്റേജിൽ നമ്മൾ കുറച്ച് മല്ലിയില യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഈ പനീർ മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതെല്ലാം നന്നായി കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ടൊമാറ്റോ പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ 2 മീഡിയം സൈസ് ടൊമാറ്റോ ആണ് നമ്മൾ ഇതോട്ട് പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ആക്കിയതിനു ശേഷം നമുക്കിത് 2 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് കഴിക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ ഈ തക്കാളിയുടെ ഈ പേസ്റ്റ് ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത് അടച്ചു വെച്ച് കഴിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിത് ഓപ്പൺ ആക്കുകയാണ്. നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ സവാളയും ഈ തക്കാളിയുടെ ഈ പേസ്റ്റും എല്ലാം നന്നായിട്ട് കറക്റ്റായ സ്റ്റേജിൽ നമുക്ക് കുക്കായി കിട്ടുന്നുണ്ട്. മസാല നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മസാല കറക്റ്റായിട്ട് നമുക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മാറിനേറ്റ് ചെയ്യാനായിട്ട് വെച്ച് നമ്മുടെ പനീർ ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി അത് കുക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമുക്ക് ഇതുപോലൊരു പാൻ വെക്കാം. പാൻ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെയ്യ് നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് ഈ പനീർ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സ്റ്റേജ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പനീർ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാനും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പനീർ കറക്റ്റ് സോഫ്റ്റ് ആയിട്ട് നമ്മുടെ മസാലയ്ക്കകത്ത് കിട്ടുന്നതാണ്. എല്ലാവരും ഇങ്ങനെ പനീർ മസാല ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്യാറില്ല. പക്ഷെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മുടെ ഈ പനീർ എല്ലാം കറക്റ്റ് സോഫ്റ്റ് ആയിട്ടും എല്ലാം കിട്ടുന്നതാണ്. നമ്മുടെ കറക്റ്റ് ആ ടേസ്റ്റിൽ നമുക്കിത് കിട്ടുന്നതാണ്. ഈ ഒരു സ്റ്റേജ് ചെയ്യുന്നതിലൂടെ നമുക്കൊത്തിരി ടൈമൊന്നും വേസ്റ്റ് ആയി പോകാനില്ല. കൂടിപ്പോയി ഒരു 3-4 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. ജസ്റ്റ് നമ്മളൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പനീർ കറക്റ്റായിട്ട് നമുക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകാൻ കൂടിപ്പോയ ഒരു 2-3 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മസാലയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതായത് നമ്മുടെ ഈ പനീറും ഈ മസാലയും എല്ലാം കൂടെ ഒന്നിച്ച് ഒരു സിംഗിൾ കറി ആവുന്നത് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ നന്നായി മിക്സ് ആക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്യാം. ഓരോരുത്തരുടെ ഗ്രേവിയുടെ ആ ഒരു ആവശ്യം അനുസരിച്ച് നമുക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി ഓവറായിട്ട് വെള്ളം ആഡ് ചെയ്യാൻ പാടില്ല. കാരണം നമുക്കൊരു തിക്ക് ഗ്രേവിയിലാണ് നമുക്ക് ഈ മസാല കിട്ടേണ്ടത്. ഇനി നമുക്കിത് ഏകദേശം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിത് ഓപ്പൺ ആക്കുകയാണ്. നമ്മുടെ ഈ പനീർ മസാല കറക്റ്റായിട്ട് നമുക്ക് കുക്കായി വന്നിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിലുള്ള ഗ്രേവിയും എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കാണാം കറക്റ്റ് തിക്ക് ഗ്രേവിയിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേപോലെ തന്നെയുള്ള ടേസ്റ്റിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അവസാനമായി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള പനീർ മസാല നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. 100% ഗ്യാരണ്ടിയാണ്. നമ്മളിത് ഉണ്ടാകുമ്പോൾ ഒത്തിരി ഗ്രേവി ആകാൻ പാടില്ല എന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിലാണ് നമുക്ക് ഈ മസാല കിട്ടേണ്ടത്. എന്നാലേ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് നമുക്കിത് കിട്ടുകയുള്ളൂ. നമ്മളിത് ഫ്രൈ ചെയ്യുന്നതിലൂടെ നമുക്കിത് കറക്റ്റ് സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ചപ്പാത്തിയുടെ കഴിക്കാൻ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമന്റിലൂടെ അറിയിക്കുക. ആദ്യമായി ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.